തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. സ്പെൻസർ ജംഗ്ഷനിൽ വെച്ചാണ് കാശിനാഥൻ എന്ന ബസ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർക്ക് ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതാണ് അപകടത്തിന് കാരണം. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, എന്താണ് സംഭവിച്ചത്? ഈ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന നില ഉണ്ടായിട്ടുണ്ടോ? ഈ ഡ്രൈവറെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ കഴിഞ്ഞിരുന്നോ റിനു? രജിത്ത്, അല്പസമയം മുമ്പാണ്, അതായത് 3:30 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിൽ ഈ സ്വകാര്യ ബസ് അപകടത്തിൽ പെട്ടത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് പാളയം ഭാഗത്തേക്ക് വന്ന കാശിനാഥൻ എന്ന് പറയുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ച് കയറിയത്. അവിടെ ഉണ്ടായിരുന്ന ഈ പോസ്റ്റിലേക്ക് ഇടിച്ച് ഈ ബസ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലൈറ്റ് പോസ്റ്റ് ആയിരുന്നു, അത് സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റ് ആയിരുന്നു. അതും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബസിന്റെ ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി ഡ്രൈവിംഗിനിടെ. തുടർന്ന് ഇദ്ദേഹം ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബസ് നിയന്ത്രണം തെറ്റി പോസ്റ്റിലേക്ക് ഇടിച്ച് കയറിയത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ബസ്സിനകത്തുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റവരെയും ഒപ്പം ഡ്രൈവറെയും ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഒപ്പം നാട്ടുകാരുൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരുടെയും നില ഗുരുതരമല്ല, അല്ലെങ്കിൽ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡ്രൈവർക്ക് BP കുറഞ്ഞതാണ് ഈ ഒരു അപകടം ഉണ്ടാക്കാനുള്ള കാരണമെന്നാണ് സഹപ്രവർത്തകരായിട്ടുള്ള ബസ് ജീവനക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് ഈ ഒരു അപകടം നടന്നിട്ടാകുന്നത്. റിജിത. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. ഡ്രൈവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണമായത്.